രാത്രി 10 മണിയായപ്പോഴേ 10 ഒരു ബ്രൈഡ് ടു ബി കേക്ക് വേണമെന്ന്. അതും പിന്നെ വൈറ്റ് കേക്കിൽ ബ്ലാക്ക് ഫ്ലവർ ഞാൻ ഇറ്റ് ഉണ്ടാക്കാതെ. അപ്പം നമ്മുടെ കേക്കിനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ 1/2 കിലോൻ്റെ കേക്ക് ഒരു 1/4 കപ്പോളം വരുന്ന കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ. പിന്നെ ബാക്കി മൈദ 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് പൗഡറും. ഇത് നന്നായിട്ടൊന്ന് ഒറ്റത്തവണ അരിച്ചെടുക്കുന്നുള്ളൂ. പിന്നെ ഇത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെയ്യുന്നത്. 3 പ്രാവശ്യം വേണമെങ്കിൽ അരിച്ചെടുക്കാം. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമ്മളൊരു 3 തവണ അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതിയേ. മാവെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകുന്ന പോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 പ്രാവശ്യം അരിച്ചില്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യമൊക്കെ 3 പ്രാവശ്യം അരിക്കുമായിരുന്നു. പിന്നെ ഇതിനായിട്ട് ഒരു 2 മുട്ട എടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു ഹൈ സ്പീഡിലിട്ട് അങ്ങ് ബീറ്റ് ചെയ്യാം. എന്നിട്ട് പിന്നെ ഒന്ന് ബീറ്റ് ആക്കിയിട്ട് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഞാനേ ഈ പഞ്ചസാര ഇങ്ങനെ പൊടിക്കാണ്ടാവും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അതാകുമ്പോൾ ഉണ്ടല്ലോ ഈ പഞ്ചസാര അല്ലെങ്കിൽ ബീറ്റ് ചെയ്യാതിട്ട് കഴിഞ്ഞാൽ ഈ പഞ്ചസാര ഇട്ടിട്ട് പൊടിക്കാതെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പഞ്ചസാര എല്ലാം ഇങ്ങനെ തെറിച്ച് പുറത്തേക്ക് വീഴാനും ഇങ്ങനെയൊക്കെ പറ്റും. അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പുറത്തേക്ക് തെറിച്ച് പോകത്തില്ല. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീറ്ററിലാകുമ്പോൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ആ മഞ്ഞ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല വെള്ള കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ സ്പാച്ചില വെച്ച് ഞാനിങ്ങനെ ഒന്ന് അടി ചേർത്തൊന്ന് ഇങ്ങനെ അടിയൊന്ന് മുകളിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മൾ ഈ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് അടിയിൽ കുറച്ച് ഈ വെള്ള കളറാകും, പക്ഷേ ചിലപ്പോൾ അടിയിൽ ഈ പഞ്ചസാര ഇങ്ങനെ അലുക്കാതെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പം ഈ അലുക്കാതെ കിടക്കുന്നതെല്ലാം നമുക്കൊന്ന് മുകളിലേക്ക് ആക്കിയിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കേക്കിൽ ഇങ്ങനെ വെള്ള പഞ്ചസാര ഇങ്ങനെ പൊങ്ങി നിൽക്കുകയും മോളി ഭാഗം ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും നമ്മൾ ടച്ച് ചെയ്യുമ്പോഴേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കത്തുമില്ല, നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. തരിതരി പോലെ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ കാണത്തുമില്ല. അപ്പോൾ ഇതിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാനിങ്ങനെ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ ഇതിപ്പോൾ ബീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ബീറ്റർ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അത് ബീറ്റ് ചെയ്യുന്നില്ല. ബീറ്റർ ഓൺ അല്ല, ഓഫാണ്. ഇങ്ങനെ അപ്പം ഈ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം ബീറ്റ് ചെയ്യാൻ പാടില്ല, അതായത് താന്നു പോകും. എന്നിട്ട് ഈ മാവിട്ടിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ബീറ്റർ ഓൺ ആക്കിയിട്ടില്ല ഞാൻ, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഇളക്കി എടുക്കുന്നേ ഉള്ളൂ. ലാസ്റ്റ് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഈ അല്ലെങ്കിൽ ഈ എണ്ണ താഴെ അടിയിലിങ്ങനെ ചിലപ്പോൾ അടിഞ്ഞ് കിടക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് നന്നായിട്ടല്ല, ഒരുപാടിട്ട് ഇളക്കരുത്. എന്നിട്ട് അത്യാവശ്യം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ബട്ടർ പേപ്പർ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ബട്ടർ പേപ്പർ ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യമേ തന്നെ തയ്യാറാക്കി അങ്ങനെ വെക്കണം. അതായത് ഈ മോൾഡിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് റെഡിയാക്കി വെക്കണം. ഞാൻ പിന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൽ വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് എടുത്തു ഒന്ന് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുത്തി നോക്കാമെന്ന് ഓർത്താ. നല്ല ചൂടാണ്, അപ്പോൾ കൈയൊക്കെ പൊള്ളാതെ. അധികം പൊങ്ങിയൊന്നും വന്നിട്ടില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പൊങ്ങലുണ്ട്. അത് നമ്മളിത് ഈ ഓവനിൽ നിന്ന് എടുത്ത് കഴിയുമ്പോഴല്ലോ അത് താന്ന് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഓവൻ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റിനുള്ളിൽ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മോൾഡിലായിട്ട് ഈ 2 പാത്രത്തിലായിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് 4 ലെയർ കിട്ടും മൊത്തം. അപ്പോൾ കേക്കിനൊരു പൊക്കവും കിട്ടും. എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് കുറച്ച് ഫില്ലിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഓരോ ലെയറും വെച്ച് ഷുഗർ സിറപ്പും ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഫില്ലിങ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് മൊത്തം ഇവിടെ 4 ലെയർ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ക്രം കോട്ട് ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് സെറ്റായി കിട്ടുമല്ലോ. ഇത് രാത്രി ആയതുകൊണ്ട് ഞാനൊരു ഒരു അരമണിക്കൂർ ഫ്രീസറിൽ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കി ഫിനിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബ്രൈഡ് ടു ബി എന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ.
ബ്ലാക്കിൽ തന്നെ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തിട്ട് പിന്നെ കുറച്ച് ബ്ലാക്കിൻ്റെ ചെറിയ പൂക്കളും വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഗണേശാണ് എടുത്തേക്കുന്നത്. അത് ഇച്ചിരി നേരം പുറത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് കണ്ടമാനം ലൂസ് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിയാവുമല്ലോ. അപ്പം അങ്ങനെ അതിലൊരു ചെറിയ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഫോണ്ട് നോക്കി അപ്പോൾ ഏതാ കൊടുത്താൽ നല്ലതായിരിക്കുന്നതെന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്കേ. അപ്പോൾ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. ചോക്ലേറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ ഇച്ചിരി ഇച്ചിരി അങ്ങനെ കട്ടിയായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക,